വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യയുടെ അച്ഛൻ ഡേ പോകുന്നു വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ആകെ അന്തം വിടുന്നുണ്ട്. സത്യഭാമയും രോഹിത്തും ഒക്കെ അതേപോലെ അങ്ങോട്ടത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ബുള്ളറ്റിൽ കുട്ടിയെയും കൊണ്ടൊരാൾ പോകുന്നത് കാണുന്നുണ്ട്. അന്നേരം മോളെ സത്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞോ എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുമ്പോൾ അതേ അച്ഛാ മൊമൻറ്റോയും വാങ്ങിച്ചുകൊണ്ടാണ് പോയത് എന്നിങ്ങനെ പപ്പി ഉറപ്പിച്ച് പറയുകയാണ്. അന്നേരം വിഷ്ണുവിനാണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ട്. ആകെ ഷോക്കിൽ വിഷ്ണുവിൻ്റെ രണ്ട് കണ്ണും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ഭാമയെ നോക്കുന്നുണ്ട്. ഭാമയും ആകെ ഒരു അന്തം വിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതേസമയം ശാരദാമ്മയാണെങ്കിൽ അവിടെ നോക്കിയിരിക്കുകയാണ് സത്യ വരുന്നത്. ശാരദാമ്മയുടെ അറിവോടുകൂടി തന്നെയാണ് ശാലിനി ഇങ്ങനെ വേഷം കെട്ടി പോയിട്ടുള്ളത്. അന്നേരം ഇങ്ങനെ ബുള്ളറ്റിൽ ഇങ്ങനെ ശാലിനി ആണെങ്കിൽ സത്യയും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. വന്നിറങ്ങിയ ശേഷം ശാരദാമ്മ ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ശാലിനിയുടെ മുഖം ആകെ ഒരു വിഷമിച്ചതാണ്. തുടർന്ന് ഒരു കാര്യം കാണിച്ചു തരാൻ കേട്ടോ എന്നും പറഞ്ഞ് ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് സത്യയാണെങ്കിൽ ബാഗിൽ നിന്ന് മൊമെൻ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. അന്നേരം ആഹാ കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ അമ്മ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ നോക്കിയിട്ട് ഓഫീസിൽ തിരക്കുണ്ടാവുമെന്ന് പറയുകയാണ്. അന്നേരം അമ്മ വന്നിരുന്നെങ്കിൽ അച്ഛൻ്റെയും അമ്മയോടൊപ്പം നിർത്തി ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു, അച്ഛനില്ലാത്ത കുട്ടി എന്ന് കളിയാക്കുന്നവരുടെ മുന്നിലൊക്കെ എനിക്ക് ആ ഫോട്ടോ കാണിക്കാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പോകാനായിട്ട് തിരക്ക് കൂട്ടുകയാണെന്നൊക്കെ സത്യ പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ പിന്നീട് ഒരിക്കലാവാം, ഇനി എനിക്ക് ഓഫീസിൽ പോകണം തിരക്കാണെന്നൊക്കെ ശാലിനി ഇങ്ങനെ പറയുകയാണ്. അന്നേരം അച്ഛൻ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, തിരക്കായണ്ടല്ലേ, പിന്നെ ഒരു ദിവസം വരുമ്പോൾ ഫോട്ടോ എടുക്കാമെന്നിങ്ങനെ സത്യയോട് ശാരദാമ്മ പറയുകയാണ്. അന്നേരം അതും അല്ല, പിന്നെ അമ്മ വന്നിരുന്നെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് എന്നൊക്കെ ഇങ്ങനെ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ ഈ ശാലിനിയും ശാരദാമ്മയും ഇങ്ങനെ പരസ്പരം മുഖം നോക്കുകയാണ്. തുടർന്ന് പിന്നെ ശാലിനി പറയുന്നുണ്ട്, മോളെ അതൊക്കെ പിന്നീട് ഒരിക്കലാവാം, ഞാൻ കമ്പനിയിൽ ലീവ് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു ലോങ് ലീവാണ്, അപ്പോൾ വരുമ്പോൾ ഒരാഴ്ച ഇവിടെ വന്ന് നിന്നിട്ട് മോളോടൊപ്പം പുറത്തൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കും എന്നൊക്കെ പുറത്തൊക്കെ പോകുമെന്ന് പറയുമ്പോൾ സൂവിലും പോകണം വെള്ളച്ചാട്ടത്തിലും പോകണമെന്ന് പറയുകയാണ്. അന്നേരം അവിടെ ഒക്കെ പോകാം, അതൊക്കെ കഴിഞ്ഞേ പോകൂ, അച്ഛൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലേ, അപ്പോൾ ഇപ്പോൾ തിരക്കാണ്, എനിക്ക് ഓഫീസിൽ കയറാൻ താമസിക്കും എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരുമല്ലോ സത്യം എന്നൊക്കെ ഇങ്ങനെ സത്യം ചോദിക്കുമ്പോൾ വരാമെന്നൊക്കെ ശാലിനി പറയുകയാണ്. ഇതേസമയം വിഷ്ണുവും സത്യഭാമയും കൂടി ഇങ്ങനെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന സത്യഭാമയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, അപ്പോൾ ഇത്രയും നാൾ അവൾ പിന്നെ മനസ്സിൽ അവനോടൊപ്പം അവനെ കൊണ്ട് നടന്നിട്ടാണ് എൻ്റെ മോൻ്റെ പിറകെ നടന്നതല്ലേ, അവനെ കല്യാണം കഴിച്ച് ഡൽഹി താമസിച്ചിട്ട് ഇപ്പോൾ എൻ്റെ മകനെ കൂടെ കൂട്ടാനായിട്ട് വന്നിരിക്കുകയാണല്ലേ, അപ്പോൾ പിന്നെ സത്യയുടെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യത്തിന് അവൾ തന്നെ ഉത്തരം തന്നിരിക്കുകയാണ് എന്നും പറഞ്ഞ് ശാലിനിയെക്കുറിച്ചൊക്കെ അങ്ങ് മോശമായിട്ട് സത്യഭാമ മനസ്സിൽ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അതേസമയം വിഷ്ണുവിൻ്റെയും അവസ്ഥ അത് തന്നെയാണ്. ശാലിനി അറിയാതെ അവൻ ഒരിക്കലും സ്കൂളിൽ വരില്ല, അപ്പോൾ ഒരുപാട് കള്ളത്തരങ്ങൾ അവൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ശാരദാമ്മയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാം, ഇത്രയും ചതിയും വഞ്ചനയും ഒക്കെ അവരുടെയൊക്കെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ എന്നും പറഞ്ഞിട്ട് വിഷ്ണു ആകെ അങ്ങ് സങ്കടപ്പെടുകയും വിഷ്ണുവിന് ദേഷ്യമാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ സത്യയുടെ അച്ഛൻ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ വിഷ്ണുവിനെ ശാലിനി ചതിച്ചു എന്നുള്ളൊരു ചിന്ത തന്നെയാണ് വിഷ്ണുവിൻ്റെ മനസ്സിലുണ്ടാകുന്നതും ശാലിനിയോട് അങ്ങ് ഒരുപാട് ദേഷ്യവും വിഷ്ണുവിന് ഉണ്ടാകുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, അച്ഛന് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ളത്, എങ്കിൽ പിന്നെ അച്ഛനോടൊപ്പം എനിക്ക് സെൽഫി എടുക്കണമെന്ന് പറയുകയാണ്. അന്നേരം സെൽഫിയൊക്കെ എടുക്കാം, പക്ഷേ സെൽഫി എടുത്തതിന് ശേഷം എന്നെ പോകാൻ അനുവദിക്കണമെന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ പിന്നെ നാളെ പോകാം അച്ഛാ, ഇന്നാണെങ്കിൽ എനിക്ക് അച്ഛനോടും അമ്മയോടും കിടക്കണം, അച്ഛൻ്റെ മടിയിൽ തലവെച്ച് കിടക്കണം, അച്ഛൻ പറയുന്ന കഥകളൊക്കെ എനിക്ക് കേൾക്കണം, പിന്നീട് അച്ഛനോട് ഇപ്പം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് ആകെ അങ്ങ് സങ്കടം വരികയാണ്. അന്നേരം ഇത്രത്തോളം ഒരു അച്ഛൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു മകളും ലോകത്തുണ്ടാവില്ല, മോൾ എനിക്ക് മാപ്പ് തരണം, ഇങ്ങനെ ഒരു വിഡ്ഢിവേഷം ഞാൻ കെട്ടി മോളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശാലിനിയുടെ കണ്ണങ്ങോട്ട് നിറഞ്ഞു വരികയാണ്. അന്നേരം അച്ഛൻ എന്താ കരയുകയാണോ എന്നൊക്കെ ഈ കുട്ടി ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ് ഫോൺ ഇങ്ങനെ തന്നേന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ഫോൺ വാങ്ങിച്ച് സെൽഫി എടുക്കുന്നുണ്ട്. തുടർന്ന് നന്നായിട്ടില്ലേ എന്നും പറഞ്ഞ് സത്യയോട് ചോദിക്കുമ്പോൾ സത്യ അതിങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണ്. അന്നേരം നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ വാക്ക് പാലിച്ചു, ഇനി മോളും പിന്നെ എന്നെ പോകാനായിട്ട് അനുവദിക്കണം എന്ന് പറയുകയാണ്. അന്നേരം ഒരാഴ്ച ലീവ് എടുത്ത് വരാമെന്നൊക്കെ വീണ്ടും പറയുമ്പോൾ അവസാനം കുട്ടി സമ്മതിക്കുകയാണ്. തുടർന്ന് സത്യയ്ക്ക് ശാലിനി ആണെങ്കിൽ ഒരു മുത്തം കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടത്തേക്ക് മുത്തം കൊടുക്കുമ്പോൾ പിന്നെ സത്യയും തിരിച്ച് അതേപോലെ കൊടുക്കുകയാണ്. തുടർന്ന് ശാലിനിക്കാണെങ്കിൽ കണ്ണിങ്ങനെ നിറഞ്ഞു വരികയാണ്. അന്നേരം അച്ഛൻ കരയുകയാണോ എന്നിങ്ങനെ സത്യ വീണ്ടും ചോദിക്കുമ്പോൾ കണ്ണിലൊരു പൊടി പോയതാണെന്ന് പറയുമ്പോൾ ഞാൻ ഊതി തരണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ട, അതാ കണ്ണുനീരിൽ അങ്ങ് പൊയ്ക്കോളൂ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം സത്യയുടെ വല്ലാതെയുള്ള അച്ഛനോടുള്ള സ്നേഹവും ആഗ്രഹവും ഒക്കെ കണ്ടിട്ട് ശാരദാമ്മയ്ക്കും ശാലിനിക്കും ആണെങ്കിൽ സഹിക്കാനേ കഴിയുന്നില്ല. തുടർന്ന് മോളകത്തേക്ക് പൊയ്ക്കുമെന്ന് പറയുമ്പോൾ ഇല്ല അച്ഛൻ പോയിട്ട് പോകാമെന്ന് പറയുകയാണ്. അന്നേരം ഇല്ല, മോളെ കണ്ടിട്ട് പോയാൽ അച്ഛന് സങ്കടമാവും, മോളകത്തേക്ക് പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ്.
തുടർന്ന് ലീവ് എടുത്ത് വരുമല്ലോ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വരുമെന്ന് പറയും, ഡെഫിനറ്റ് ആയിട്ടും വരുമെന്ന് പറയുകയാണ്. തുടർന്ന് സത്യമാണെങ്കിലും മടിച്ച് അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങ് ഉമ്മറത്തേക്ക് കയറിയിട്ട് വിളിക്കണേ അച്ഛാ എന്നിങ്ങനെ തിരിച്ചു പറയുകയാണ്. അന്നേരം ഉറപ്പായിട്ടും വിളിക്കാം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അതുകൊണ്ട് സഹിക്കാനാവാതെ ശാരദാമ്മ നിൽക്കുകയാണ്. സത്യ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, പിന്നെ സത്യയുടെ അച്ഛൻ വന്നതറിഞ്ഞ് ഏത് നിമിഷവും അവരിങ്ങോട്ടത്തേക്ക് എത്താം, നീ പെട്ടെന്ന് പോയി വേഷം മാറാൻ നോക്ക് എന്ന് പറയുകയാണ്. അന്നേരം ആ കുഞ്ഞിൻ്റെ സങ്കടം, ആഗ്രഹം കണ്ടില്ലേ, ഒരാഴ്ച കഴിഞ്ഞ് അച്ഛൻ വരും എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. അവരുടെ കുരുന്നു മനസ്സിനെ ചതിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, ഇനി ഇങ്ങനെ ഒരു വേഷം കിട്ടാനും എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ നീ അതും ഇതൊന്നും ആലോചിക്കേണ്ട, വിഷ്ണുവും സത്യാമ്മയും വരികയാണെങ്കിൽ നീ നടന്ന കാര്യങ്ങൾ അതേപോലെ അങ്ങ് പറഞ്ഞേക്കണം, സത്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇങ്ങനെ ഒരു വേഷം കിട്ടിയെന്ന് പറഞ്ഞേക്കണം, ഇങ്ങനെ ഒരു അച്ഛൻ ലോകത്തെ ഇല്ല എന്നുള്ളതും കൂടി വ്യക്തമായിട്ട് പറഞ്ഞോളണം എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി വേഷം മാറുമെന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് അല്പസമയത്തിനകം സത്യഭാമയും വിഷ്ണുവും കൂടി കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ കാറൊക്കെ എങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചൊക്കെ തുറന്ന് അകത്തേക്ക് കയറി വരികയാണ്. സത്യഭാമ അകത്തേക്ക് കയറുന്നില്ല, കാറിലിരിക്കുന്നേ ഉള്ളൂ, ഗ്ലാസ് താത്തി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഉമ്മറത്തേക്ക് കയറുമ്പോൾ തന്നെ ശാലിനി ഇങ്ങനെ വേഷമൊക്കെ മാറി ഇങ്ങനെ വരുന്നുണ്ട്. അന്നേരം വിഷ്ണുട്ടാന്നും പറഞ്ഞ് ഓടിക്കൊണ്ട് ശാലിനി ഇറങ്ങി വരികയാണ്. അന്നേരം ഇനിയും എന്നെ അങ്ങനെ വിളിച്ച് എന്തിനാ അപമാനിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണ്. അപ്പോൾ തനിക്കൊന്നും മനസ്സിലാവില്ല, മുമ്പ് എൻ്റെ ഒരു നോട്ടം മതിയായിരുന്നു ഞാൻ എന്താണ് പറയുന്നത് ചിന്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ വേണ്ടപ്പെട്ടവരെയൊക്കെ അടുത്തെത്തിയിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടൻ എന്തോ മനസ്സിൽ വെച്ചതെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഇങ്ങനെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറയുന്നതാണോടി കുറ്റം, കാണുന്നതും കൺമുന്നിൽ കാണുന്നതൊന്നും കുഴപ്പമില്ലേടി എന്നും പറഞ്ഞിട്ട് വിഷ്ണു കൊണ്ട് ചാടിക്കടിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനെ എന്തൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ അകത്തുനിന്ന് ഓടി വരുന്നുണ്ട്. എന്താ മോനെ എന്താ സംഭവിച്ചതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ സംഭവിച്ചത് മുഴുവൻ ഇവിടെയാണല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ശാരദാമ്മയോടും ദേഷ്യപ്പെടുന്നുണ്ട്. സത്യയ്ക്കൊപ്പം സ്കൂളിൽ വന്നത് ആരാണ്, അതാണോ സത്യയുടെ അച്ഛൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് സംഭവം വിഷ്ണുവിൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം അന്നേരമാണ് ശാലിനിക്ക് മനസ്സിലാവുന്നത്. ശാലിനി പറയുകയാണ്, ഓ അതാണോ കാര്യം, അപ്പോൾ സത്യയ്ക്കൊപ്പം സത്യയുടെ അച്ഛനാണോ സ്കൂളിൽ വന്നതെന്ന് അറിയണം, അതിനാണോ ഇങ്ങനെ ചാടിത്തുള്ളുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരെ കൂടി എനിക്ക് ബോധ്യപ്പെടുത്തണം, അതിൻ്റെ കടമയാണ്, എനിക്കതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാ കാട് കയറുന്നത്, എന്താണ് സംഭവിച്ചത് എന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, വിഷ്ണുമോനും അറിയണമല്ലോ, ഇനി എന്നായാലും അവനും അറിയേണ്ടതല്ലേ എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരവും വിഷ്ണു പറയുന്നുണ്ട്, അതെനിക്ക് ആരാണെന്ന് അറിയണം എന്നിങ്ങനെ പറയുമ്പോൾ ഓ അതാണല്ലേ, അപ്പോൾ ഒരാളുടെ ഇത്രയും നല്ല ഒരു മനസ്സ് ഒരേ ഹൃദയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരാളുടെ നിഴൽവെട്ടം കണ്ടപ്പോൾ എന്നെ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരവും എനിക്കറിയണമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ചാടി തുള്ളുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ ഞാൻ അന്നും ഇന്നും അങ്ങനെ വിളിക്കത്തുള്ളൂ, വിഷ്ണുവേട്ടൻ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ എന്ന് പറയുമ്പോൾ മാറി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ദേഷ്യം ചൂടാവുകയാണ്. അന്നേരവും ശാലിനി ഇങ്ങനെ പേടിച്ചു പോകുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, എൻ്റെ കൺമുന്നിൽ കണ്ടത് ഞാൻ പിന്നെ വിശ്വസിക്കണ്ടായോ, വിശ്വസിക്കാതിരിക്കാനായിട്ട് ഞാൻ അത്ര പൊട്ടനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആകെപ്പാടെ അങ്ങോട്ട് ദേഷ്യം തന്നെ സംസാരിക്കുകയാണ്. ഇനി വന്നവനെ എനിക്ക് പരിചയപ്പെടുത്താനായിട്ട് പിന്നെ നിൻ്റെ മനസ്സിൽ വല്ല കള്ളത്തരവും ആലോചിക്കുകയാണോ എന്നും പറഞ്ഞിട്ട് വിഷ്ണു ആകെ ഇങ്ങനെ ചാടിത്തുള്ളി സംസാരിക്കുന്നത് കണ്ടിട്ട് ശാലിനിക്ക് ഒരു നിമിഷം പേടിയൊക്കെ തോന്നുന്നുണ്ട്. സത്യഭാമ കാറിൽ നിന്ന് ഇതങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, അത് വിഷ്ണുട്ട വന്നത് വേറെ ആരും അല്ല എന്ന് പറഞ്ഞിട്ട് അത് ആരാണെന്ന് അറിയണോ അല്ലേ എന്ന് ചോദിക്കും. എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞ് തറുതട്ടനെ വിഷ്ണു നിൽക്കുകയാണ്. അവസാനം അത് വിഷ്ണുവേട്ട ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ തന്നെയെന്ന് ഞാൻ എന്ന് വരെ പറയുന്നുള്ളൂ. അപ്പോഴത്തേക്കും സത്യ ഓടിക്കൊണ്ട് വരികയാണ്. അമ്മ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, വന്നത് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് വിഷമിക്കുകയാണ്. സത്യ പുറകിൽ വന്ന് നിൽക്കുന്നല്ലോ. തുടർന്നും ശാലിനി ഇങ്ങനെ മിണ്ടാൻ നിൽക്കുമ്പോൾ പറഞ്ഞു കൊടുക്കമ്മേ അത് എൻ്റെ അച്ഛനാണെന്നൊന്നും പറഞ്ഞിട്ട് സത്യ അങ്ങോട്ട് നിർബന്ധം പിടിക്കുകയാണ്. തുടർന്ന് സത്യ അങ്ങ് വിഷ്ണുവിനോട് പറയുകയാണ്, എൻ്റെ ബിഗ് ഫ്രണ്ടേ അതാണ് എൻ്റെ അച്ഛൻ, അങ്ങനെ ഇങ്ങനെയൊന്നും കാണാനൊന്നും പറ്റില്ല, വലിയ ജോലി തിരക്കുള്ള ആളാണ്, പിന്നെ അച്ഛൻ വന്നിരുന്നു, പിന്നെ അതാ എന്നെ ഫോൺ വിളിക്കും, അമ്മയെ വിളിക്കും എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. വിഷ്ണു ശാലിനിയെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ആകെ തകർന്ന നിയന്ത്രണം വിട്ടാണ് വിഷ്ണു നിൽക്കുന്നത്. അന്നേരം വിളിക്കില്ലേ അമ്മയെ വിളിക്കില്ലേ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ മറുപടിയായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അന്നേരം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ആകെ അങ്ങ് തകർന്നു പോകുന്നുണ്ട്. അന്നേരം കണ്ടോ ബിഗ് ഫ്രണ്ടേ അമ്മയും വിളിക്കുമെന്ന്, എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ പോയോ, അച്ഛൻ പോയോ, ഇല്ലെങ്കിൽ ബിഗ് ഫ്രണ്ടിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, മോൾ ഇങ്ങ് വന്നേ ഒരു കാര്യം പറയട്ടെ. അന്നേരം എന്താ ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാരദാമ്മ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് പിന്നെ വിഷ്ണുവിനോടും പറയുന്നുണ്ട്, ഇനി വരുമ്പോൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയോടൊപ്പം സത്യ അങ്ങ് അകത്തേക്ക് പോവുകയാണ്.
തുടർന്ന് ശാലിനിയാണ് പറയുന്നത്, അത് വിഷ്ണുവേട്ട യഥാർത്ഥത്തിൽ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ എന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണുവിൻ്റെ കൈ അങ്ങോട്ട് പിടിക്കും. മാറി നിൽക്കടി, ഇനി നിൻ്റെ ഒന്നും എനിക്ക്, നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. അപ്പോൾ ഇത്രത്തോളം നീ എന്നെ ഇത്രയും കാലം ചതിക്കുകയായിരുന്നു അല്ലേടിയും ചോദിക്കുമ്പോൾ അത് വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് അങ്ങനെയല്ല വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ശാലിനി സമാധാനത്തിൽ വിഷ്ണുവിനോട് ചേർന്ന് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ കണ്ടതൊക്കെ എനിക്ക് വിശ്വാസമാണ്, ഇത്രയും കാലം നീ എന്നെ ചതിച്ചു എന്നും പറഞ്ഞ് വിഷ്ണു പറഞ്ഞു തുടങ്ങുമ്പോൾ ശാരദാമ്മ അകത്തുനിന്ന് ഓടി വരുന്നുണ്ട്. മോനെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഇനി നിങ്ങളുടെ ഒന്നും എനിക്ക് കേൾക്കണ്ട, കൺമുന്നിൽ കണ്ടതൊക്കെ ഞാനങ്ങോട്ട് പിന്നെ വിശ്വസിക്കാതിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ, ഇതൊന്നും നല്ല സ്ത്രീകൾക്ക് ചേർന്നതല്ല എന്ന് മോളോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു വിഷ്ണുവിൻ്റെ സംസാരത്തിൽ ശാലിനിക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം കയറുകയാണ്. അന്നേരം വിഷ്ണുവേട്ട എന്നിങ്ങനെ കുറച്ച് മര്യാദയുടെ അങ്ങനെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ മര്യാദ കൊണ്ടാടി ഞാൻ ഇങ്ങനെയെങ്കിലും സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ചാടിത്തുള്ളി വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ ആകെ സങ്കടത്തിലാണ്. അന്നേരം ശാരദാമ്മ വീണ്ടും മോനെ എന്നും പറഞ്ഞ് പറയാൻ വരുമ്പോൾ ശാലിനി തടുക്കുകയാണ്. വേണ്ടമ്മേ, പറയേണ്ടതെല്ലാം പറയാവുന്നതെല്ലാം അങ്ങോട്ട് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഇത്രയും കാലം നീ എന്നെ ചതിച്ചു, ഇനി ഇന്നുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് തിരിയുമ്പോൾ വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് വീണ്ടും ശാലിനി കയ്യിൽ പിടിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ. തുടർന്നും ശാലിനി സത്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്. വിഷ്ണുവേട്ട സത്യം എന്താണെന്ന് അറിയണം, അതറിയാതെ വിഷ്ണുവേട്ടൻ ഇവിടെ നിന്ന് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി വീണ്ടും പറയാനായിട്ട് തുടങ്ങുമ്പോൾ വിഷ്ണു അന്നേരം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ അങ്ങ് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഭീഷണിയാണോടി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭാമ അകത്തേക്ക് കയറി വരുന്നത്. അന്നേരം എൻ്റെ മകനെ നീ ഭീഷണിപ്പെടുത്തുകയാണോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ നടന്നതെല്ലാം കണ്ടു കേട്ടു എന്ന് പറയുകയാണ്. പലതവണ നിന്നോട് ഞാൻ ചോദിച്ചതാണ് സത്യയുടെ അച്ഛൻ ആരാണെന്ന്. അപ്പോഴൊക്കെ നീ എൻ്റെ മകൻ്റെ തലയിലാണ് ആ സ്ഥാനം കെട്ടിവെക്കാനാണ് നോക്കിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടതൊക്കെ നമുക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നീ ഡൽഹിയിൽ IAS ട്രെയിനിങ് എന്ന് പറഞ്ഞ് പോയത് എൻ്റെ ഈ ഭർത്താവിനോടൊപ്പം കറങ്ങി നടക്കാനാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ആകെ അങ്ങ് വിഷമിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, സത്യമേ നിങ്ങൾ സത്യം അറിയാതെയാണ് ഈ ചാടിത്തുള്ളുന്നതെന്നൊക്കെ പറയുമ്പോൾ അറിഞ്ഞിടത്തോളം മതി സത്യങ്ങളൊക്കെ, കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബക്കാർ മൊത്തം അങ്ങനെയാണല്ലോ, ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞങ്ങോട്ട് പെരുകിക്കുകയാണല്ലോ നിങ്ങളുടെ ജോലി. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനി എൻ്റെ മോൻ ചതിക്കപ്പെടും, അതുകൊണ്ട് ഇങ്ങനെ ഒരു ബന്ധം എൻ്റെ മോന് വേണ്ട എന്നിങ്ങനെ അറുത്ത് മുറിച്ച് സത്യഭാമ പറയുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ അത് കേട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. നടക്കട എന്നിങ്ങനെ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ വിഷ്ണുവേട്ടാ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ കയ്യിൽ വീണ്ടും പിടിക്കുമ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കൈ അങ്ങ് തട്ടിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തടുക്കുകയാണ്. വിഷ്ണുവിൻ്റെ ആ ദേഷ്യമുള്ള നോട്ടത്തോടു കൂടി ശാലിനിക്കൊന്നും മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും പക്ഷേ ശാലിനി വിഷ്ണുവേട്ടാന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ അങ്ങ് കാറിനകത്തേ കയറി ഇരിക്കുകയാണ്. തുടർന്ന് പിന്നെ ശാരദാമ്മയെ ശാലിനിയൊക്കെ വിഷമിച്ച് നിൽക്കുന്നു. സത്യഭാമ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും വിഷ്ണു വിശ്വസിക്കുകയാണ് സത്യയുടെ അച്ഛൻ എന്നൊരാൾ വന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനി വിഷ്ണുവിന് ശാലിനിയോട് ദേഷ്യം തന്നെയാണ്. ശാലിനി ഒരുപാട് തവണ സത്യങ്ങളൊക്കെ പറയാനായിട്ട് ശ്രമിക്കുമെങ്കിലും വിഷ്ണു അത് കേൾക്കാനായിട്ട് ശ്രമിക്കത്തേയില്ല. പക്ഷേ ശാലിനി ഇങ്ങനെ ഈ വേഷം തെളിയിക്കാനൊക്കെ പോകും. അതൊക്കെയുണ്ട്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.